റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വനിതാ പ്രീമിയർ ലീഗ് കിരീടമുയർത്തുമ്പോൾ എടുത്തു പറയേണ്ട പേരാണ് എല്ലീസ് പെറി. ഓൾറൗണ്ട് മികവുമായി ബാംഗ്ലൂർ വിജയങ്ങളിലെ നിർണായക സാന്നിധ്യം. ക്രിക്കറ്റിൽ മാത്രമല്ല ജീവിതത്തിലും ഓൾറൗണ്ടറായ എല്ലീസ് പെറിയെക്കുറിച്ചാണ് ഇന്ന് കമന്ററി ബോക്സിൽ വിനേഷ് കുഞ്ഞിരാമൻ വരുന്നത്. ടീമിന് വേണ്ട റോൾ കളിക്കുക എന്നതാണ് എല്ലീസ് പെറിയുടെ പദ്ധതി. ആദ്യ 2 മത്സരങ്ങളും ജയിച്ച് പിന്നീടുള്ള 3 മത്സരങ്ങൾ തോറ്റ് ബാംഗ്ലൂരിന്റെ പ്ലേ ഓഫും സെമി സാധ്യതയും മങ്ങിയിരിക്കെയാണ് മുംബൈക്കെതിരായ അവസാന ലീഗ് മത്സരത്തിൽ പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും എല്ലീസ് ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത്. വിലപ്പെട്ട 40 റൺസും 15 റൺസിന് 6 വിക്കറ്റും. WPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ബൗളിംഗ് ഫിഗറും ഓൾറൗണ്ട് പ്രകടനവും. പിന്നീട് നടന്ന മുംബൈക്കെതിരായ പ്ലേ ഓഫിൽ 135 എന്ന താരതമ്യേന ചെറിയ സ്കോറിന് മുന്നിൽ സ്മൃതി മന്ദാനെ അടക്കമുള്ള ബാറ്റർമാരെല്ലാം അടിപതറിയപ്പോൾ 50 പന്തിൽ 66 റൺസ് നേടി ടീമിനെ ഒറ്റയ്ക്ക് ഫൈനൽ ബർത്ത് നേടിക്കൊടുത്തു. കലാശപ്പോരിൽ മികച്ച തുടക്കം മുതലാക്കി ആങ്കർ ചെയ്ത് 35 റൺസ് നേടി ടീമിനെ കിരീടത്തിലേക്ക് നയിച്ചു. 347 റൺസുമായി ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർക്കുള്ള ഓറഞ്ച് ക്യാപ്പ്, കൂടാതെ 7 വിക്കറ്റുകൾ. താരതമ്യത്തിന് ഒട്ടും സാധ്യതകളില്ലാത്ത താരമാണ് എല്ലീസ് പെറി. ക്രിക്കറ്റിൽ മാത്രമല്ല എല്ലാത്തിലും ഓൾറൗണ്ടർ. ക്രിക്കറ്റ് ലോകകപ്പും ഫുട്ബോൾ ലോകകപ്പും കളിച്ച ചരിത്രത്തിലെ ഒരേയൊരു വനിത. സിഡ്നിയുടെ പ്രാന്തപ്രദേശമായ വെഹ്റൂംഗയിൽ ജനിച്ച എല്ലീസ് പെറി പഠിച്ചിരുന്ന പിംബിളിലെ സ്കൂളിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ, അത്ലറ്റിക്സ് ടീമുകളുടെ ക്യാപ്റ്റനായിരുന്നു. അക്കാലങ്ങളിൽ ഗോൾഫിലും ടെന്നീസിലും മികവ് തെളിയിച്ചു. 16-ാം വയസ്സിൽ ഫുട്ബോളിലും ക്രിക്കറ്റിലും ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി അന്താരാഷ്ട്ര അരങ്ങേറ്റം നടത്തി. ക്രിക്കറ്റിലേക്ക് വരികയാണെങ്കിൽ തുടർച്ചയായ 2020 ലോക കിരീടങ്ങൾ നേടി. 3 ഫോർമാറ്റിലും പതിറ്റാണ്ടിന്റെ മികച്ച വനിതാ താരമായി. നിരവധി തവണ ICCയുടെ പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടി, വിസ്റ്റൺ പുരസ്കാരം നേടി. അങ്ങനെ നിരവധി നേട്ടങ്ങൾ. ക്രിക്കറ്റിൽ എന്നതുപോലെ ഫുട്ബോളിലും ഓൾറൗണ്ടറുടെ റോൾ തന്നെ. 2009 വുമൺസ് നാഷണൽ ലീഗിൽ യങ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2011 ഫിഫ ലോകകപ്പ് ടീമിലേക്ക് വിളിയെത്തി. ക്വാർട്ടർ ഫൈനലിൽ സ്വീഡനെതിരെ വലകുലുക്കുകയും ചെയ്തു. ഓസ്ട്രേലിയ 3-1 പരാജയപ്പെട്ട മത്സരത്തിൽ നേടിയ ഏക ഗോൾ പെറിയുടേതായിരുന്നു. വുമൺസ് ലീഗിൽ ഏറെക്കാലം കാൻബറ യുണൈറ്റഡിന് വേണ്ടി കളിക്കുകയും കിരീടം നേടുകയും ചെയ്ത താരം ക്രിക്കറ്റ് ഉപേക്ഷിക്കണമെന്ന കാൻബറ മാനേജ്മെന്റ് നിർദ്ദേശത്തെ തള്ളി സിഡ്നി FCയിൽ ചേർന്നു. 2013 വുമൺസ് ക്രിക്കറ്റ് ലീഗിൽ ന്യൂ സൗത്ത് വെയിൽസിനായി ഫൈനലിലും സിഡ്നി FCക്ക് വേണ്ടി വുമൺസ് ഫുട്ബോൾ ലീഗിന്റെ സെമി ഫൈനലും അടുത്തടുത്ത ദിവസങ്ങളിൽ കളിച്ചു. വേഗമേറിയ അത്ലറ്റായ പെറിയുടെ കായികക്ഷമത എല്ലാ ഗെയിമുകളിലും മുതൽക്കൂട്ടായി. ക്രിക്കറ്റ് നോക്കിയാൽ കാലുകളിലെ വേഗം ബൗളിംഗിന്റെ വേഗം കൂട്ടാൻ സഹായിച്ചു. ഫീൽഡിംഗിലും മികവ് കാട്ടാനായി. ഫുട്ബോളിലാകട്ടെ ഡിഫൻഡറായിരിക്കെ വിങ്ങുകളിൽ മുന്നേറ്റത്തിലേക്ക് ഒരുപോലെ കുതിക്കാനും പ്രതിരോധത്തിലേക്ക് വേഗത്തിൽ തിരികെ ഇറങ്ങാനും കഴിഞ്ഞു. കായിക രംഗത്ത് മാത്രം ഒതുങ്ങുന്നില്ല പെറിയുടെ മികവ്. അവതാരക, അഭിനേതാവ്, എഴുത്തുകാരി, അങ്ങനെ എല്ലീസ് കൈവെക്കാത്ത മേഖലകളില്ല. 1HD ചാനലിന്റെ ഫുട്ബോൾ സ്റ്റാർസ് ഓഫ് ടുമാറോ, ട്രിപ്പിൾ ജെ റേഡിയോയിലെ മോർണിംഗ് ഷോ, ഫോക്സ് സ്പോർട്സിന്റെ ക്രിക്കറ്റ് ഷോ തുടങ്ങിയവയിലെല്ലാം പെറി അവതാരകയുടെ റോളിലെത്തി. 2019 പെർസ്പെക്ട് എന്ന പേരിൽ പുസ്തകവും പ്രസിദ്ധീകരിച്ചു. പെൺകുട്ടികളെ കായിക മേഖലയിലേക്ക് കൊണ്ടുവരാൻ പെറി 2006 മുതൽ എഴുതിയ പുസ്തക പരമ്പരയുടെ തുടർച്ചയായിരുന്നു അത്. കോമൺവെൽത്ത് ബാങ്കിന്റെ കൊമേഴ്ഷ്യൽ ഡോക്യുമെന്ററിയിൽ അഭിനേതാവായും ഒരു കൈ നോക്കി പെറി. ക്രിക്കറ്റിലും മറ്റ് കായിക ഇനങ്ങളിലും മാത്രമല്ല ജീവിതത്തിലും മികച്ച ഓൾറൗണ്ടറായ എല്ലീസ് പെറി. ആ ഓൾറൗണ്ട് റോൾ എല്ലീസ് പെറിക്ക് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ഒന്നാണ്.